ഹേസലിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് നോക്കി നടക്കാം അല്ലേ? അതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ തൊട്ട് നമ്മൾ സ്ഥിരം വരുന്ന കടകളിലൊന്നും വലിയ കളക്ഷൻ കാണുന്നില്ല. ഇനി അടുത്ത കടയിലെങ്കിലും കിട്ടുമെന്ന് നോക്കാം അല്ലേ? ഹോപ്പ്ഫുള്ളാണോ? പുള്ളി കിട്ടാൻ കഴിഞ്ഞു പോയി. അതെ കിട്ടും. അയ്യോ നമുക്ക് പിൻതാല് പോകണ്ടേ? ഒരു കടയുണ്ട്, അവിടെ പോയി നോക്കട്ടെ ഇനി അല്ലേ? അങ്ങനെ നമ്മൾ തിരഞ്ഞ് ഹേസലിൻ്റെ ഡ്രസ്സ് നമുക്ക് ഗിഫ്റ്റ് ഡ്രസ്സ് അല്ല ബർത്ത്ഡേ ഡ്രസ്സ് കിട്ടിയിരിക്കുകയാണ്. മാക്സ് ഫാഷൻ നമ്മുടെ സ്വന്തം. അപ്പോൾ വെരി സാറ്റിസ്ഫൈഡ് അല്ലേ? ഒരു കൊറിയൻ വൈബ് ഡ്രസ്സുകളൊക്കെയാണ്. അതെ കൊറിയൻ വൈബ്. ഇനി ഞങ്ങൾ വീട്ടിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷൻ നമുക്ക് വ്ളോഗായിട്ടുണ്ടാകും അല്ലേ? ഹേസലിൻ്റെ അതെ ഇപ്രാവശ്യം സ്പെഷ്യൽ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വ്ളോഗായിട്ട് ചിലപ്പോൾ ഇടും. നല്ല സംതിങ് ഹാപ്പനിങ് ഉണ്ടെങ്കിൽ ഇടും. Happy birthday to you. Pause please. Happy birthday to you. Happy birthday dear Hazel. Happy birthday to you. ദാ കാലിന് വയ്യാത്തൊരാള് കെട്ടെന്ന് അല്ലേലൂയേ അവസാനം. ഹാപ്പി ബർത്ത്ഡേ ഗേൾ. ഹാപ്പി ബർത്ത്ഡേ. കൊടുത്തോളൂ സമ്മാനദാന ചടങ്ങ്. മുമ്പേ ഉള്ള കവറ തപ്പിയെടുത്ത അമ്മയും പപ്പയും. നീ ഇങ്ങനത്തെ ഇടുല്ലോ എപ്പോഴും ഓഫീസിലേക്ക്? ലൈക്ക് ഇറ്റ് റേച്ചൽ? അവിടെ കിടക്കുന്ന സ്ഥിതിക്ക് കൊടുത്തോളൂ. അങ്ങനെ ഹേസിൽ ഗിഫ്റ്റ്സൊക്കെ തുറന്ന് നോക്കുകയാണ്. ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ ട്രഡീഷൻ ഇങ്ങനെയാണ്. തലേദിവസം വിഷ് ചെയ്തിട്ട് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ കൊടുക്കും. ബാക്കി കുറച്ച് ഗിഫ്റ്റ്സ് ബർത്ത്ഡേന് അന്നേക്കും വേണ്ടി വയ്ക്കും മോർണിംഗിന്. എന്താണ് ബർത്ത്ഡേനെ കുറിച്ച് പറയാനുള്ളത്? പ്രായം ഞാൻ ഇവിടെ വെളിപ്പെടുത്തി ഇതാക്കുന്നില്ല. What do you have to say? റീച്ചൽ, what do you feel? അതിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. നമ്മുടെ പിന്നെ നമ്മുടെ സ്വന്തം സ്വത്ത്, സ്വന്തം പിന്നത്തെ ദിവസം എല്ലാവരുടെയും സ്വത്ത്. നന്നായില്ലേ പപ്പ? ബർത്ത്ഡേ വിഷ് ചെയ്താ? വിഷ് ചെയ്തല്ലേ? ഞാൻ എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ ഒരാൾ കാലൊടുങ്ങിയിരിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും. മുട്ടായി വിതരണം. താങ്ക് യു. ഹായ്. അങ്ങനെ ഇന്ന് ഓഗസ്റ്റ് 17 മോർണിംഗ് 6:45 ആണ്. 6:45 ഞാൻ എണീറ്റു. ഇന്ന് വീക്കെൻഡാണ്, ശനിയാഴ്ചയാണ്. എനിക്ക് വേണമെങ്കിൽ കുറച്ചു നേരം ഉറങ്ങായിരുന്നു. പക്ഷേ നമ്മുടെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എണീറ്റ്. കാരണം യൂഷ്വലി ഞങ്ങൾ എപ്പോഴും ഒരു ഈവനിങ് ടൈമിലാണ് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഈവനിങ് ഞങ്ങൾക്ക് ഡാൻസ് പ്രാക്ടീസൊക്കെ ആയിട്ട് ഈവനിങ് പോകണം. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് മോർണിംഗ് ആണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആരും എണീറ്റിട്ടില്ല. പപ്പ എണീറ്റിട്ടുണ്ട്. പപ്പ TV കാണാം. അമ്മ എണീറ്റിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കണം. റീച്ചിൽ കാല് വയ്യല്ലോ. അല്ലെങ്കിൽ യൂഷ്വലി ഞങ്ങൾ രണ്ടുപേരെ കൂടി ഒരുമിച്ചാണ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ വിളിച്ചില്ല. അപ്പം ഡെക്കറേഷനിലേക്ക് നമുക്ക് വേഗം കിടക്കാം. അവിടെ എണീക്കിനേക്കാൻ മുന്നെങ്കിൽ തീർക്കണം എന്നാണ്. ഇടയിൽ അവിടെ എണീറ്റ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഡെക്കറേഷനിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഡെക്കറേഷൻ ആരംഭിക്കാം അല്ലേ? തുടങ്ങാറായില്ലേ? പപ്പ ഡെക്കറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യോ? സൂപ്പർവൈസ് ചെയ്യില്ലേ? നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. റീച്ചിൽ ബലൂണൊക്കെ വീർപ്പിക്കാൻ വേണ്ടി വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്ര അമ്മയോട്. അപ്പോൾ അവളെ നമ്മ വിളിച്ചിട്ടുണ്ട്. അവളെ എണീറ്റ് വരുമോയെന്നറിയില്ല, നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? പാവം റീച്ചൽ ബലൂൺസ് വീർപ്പിക്കാൻ വേണ്ടി എണീറ്റിരിക്കുന്നു. ആ ഒരു ഡെഡിക്കേഷൻ നോക്കൂ. അനിയത്തിയോട് അല്ല ചേച്ചിയോടുള്ള സ്നേഹം. ചേച്ചിയോടുള്ള സ്നേഹം കാരണം. നീ പല്ലേച്ചാ?
അപ്പോൾ ഈ കണ്ട ബലൂൺസ് ഒക്കെ അവൾ വീർപ്പിക്കുന്ന പറയണേ. 100 പീസസ്. ഞാൻ ഈ സാധനം കഴിഞ്ഞ് ഞാനും ബലൂണിലേക്ക് കിടക്കും. അങ്ങനെ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ തീമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. ഞങ്ങൾ ഏത് കളറാണോ ബർത്ത്ഡേകളിലുള്ള ഡ്രസ്സ് മേടിച്ചേക്കുന്നത് ആ കളറിലായിരിക്കും മിക്കവാറും മൊത്തം ഡെക്കറേഷൻ്റെ തീമും സെറ്റ് ചെയ്യുക. അപ്പം അത് ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ കുറേ കൊല്ലങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ ട്രഡീഷൻ ഇങ്ങനെയാണ്. അത് ഞങ്ങൾ നല്ലോണം സെലിബ്രേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഒരുപാട് വലിയ പാർട്ടിയും കാര്യങ്ങളൊന്നുമല്ല, നമുക്കുള്ളത് വെച്ച് ചെറിയൊരു ബലൂൺസും കുറച്ച് ഡെക്കറേഷനൊക്കെ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ കൊല്ലം സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ ബർത്ത്ഡേ ഡെക്കറേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബർത്ത്ഡേ ഒരാള് എണീറ്റ് വന്നിരിക്കുന്നു. ഹെൽപ്പ് ചെയ്യാൻ ഞാനും ഉണ്ട് എന്നാണ് പറയുന്നത്. അതെ, എന്ത് തോന്നുന്നു ഇങ്ങനെ കണ്ടിട്ട്? ഡെക്കറേഷൻ മനസ്സിലായി? രസമായിട്ട് വരുന്നുണ്ടോ? പാവം കൊച്ചി ഇവിടെ ബലൂൺ വീർപ്പിച്ചിരിക്കുന്നു. അവള് വീർപ്പിച്ചതാണിത്. ഡ്രസ്സിങ് അമ്മ അത് നമ്മൾ ശരിയാക്കാം ലാസ്റ്റ്. അമ്മ ഇവിടെ തീമിന് മാച്ചായിട്ട് ഫിഷ് ടാങ്കിന്റെ കളർ മാറ്റി. വെരി ഗുഡ്. ഞങ്ങൾ ആദ്യമായിട്ടൊക്കെ സർപ്രൈസ് ചെയ്യുമ്പോൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ സർപ്രൈസായിട്ട് തന്നെ മാറാറുണ്ട്. ഇപ്പോൾ എല്ലാ കൊല്ലം ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാണ്ടെങ്കിലും ഉണ്ടാവുന്നു. അപ്പോൾ ഇടയിൽ എണീറ്റ് വരലും ബർത്ത്ഡേ ഗേൾ തന്നെ ഹെൽപ്പ് ചെയ്യലൊക്കെ ഒരു സാധാരണ സംഭവമായി മാറിയേക്കാണ്. ഇപ്പം ഹെയ്സിലും ഞങ്ങളെ ബലൂൺസൊക്കെ വീർപ്പിക്കാൻ പിന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ബാക്കി ഡെക്കറേഷൻ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ബാക്കി സെലിബ്രേഷനും എല്ലാം നിങ്ങൾ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ എന്തെങ്കിലും ചെറിയ കുഞ്ഞെന്താണെങ്കിലും വരെ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനു വേണ്ടി ഇങ്ങനെ ഞങ്ങൾ എഫേർട്ട് ഇടുന്നതും അതൊക്കെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. അത് ഒരിക്കലും മുടക്കാറില്ല. ശരിയാണ്, നല്ലൊരു പാട്ട് പറട്ടെ. എങ്ങനത്തെ സോങ്സാ വേണ്ടേ? ഫീൽ ഗുഡ്. ഇവിടെ അമ്മയുടെ പ്രാരംഭ പ്രാർത്ഥനയോടൊപ്പം ബിരിയാണി ആസ് യൂഷ്വൽ ഫോർ ബർത്ത്ഡേ ഉണ്ടാക്കുകയാണല്ലേ. എവിടം വരെ എത്തിയ മര ബിരിയാണി വെപ്പ് ഇല്ലേ? ഇന്നലെ ചിക്കൻ കുറെ വറക്കുന്നുണ്ടായല്ലോ. ഓക്കെ. പായസം പറഞ്ഞില്ല എന്ന് വേണ്ട, ഞങ്ങൾ ഇന്നലെ ട്രൈ ചെയ്തു. സൂപ്പർ പായസം, സൂപ്പർ പായസം. അമ്മയുടെ പ്രാർത്ഥനയും കുക്കിംഗ് ഒരുമിച്ച് നടക്കുന്ന സമയമാണത്. അപ്പോൾ അമ്മേനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഡെക്കറേഷനിലേക്ക് ഞാൻ തിരിച്ചു കിടക്കട്ടെ. അപ്പോൾ ഹേസലിൻ്റെ ഫ്രണ്ട് വെരി തോട്ട്ഫുള്ളായിട്ട് ഇന്നലെ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, വീക്കെൻഡ്. അപ്പോൾ അത് ഇന്നലെ തുറക്കരുത്, ബർത്ത്ഡേയുടെ അന്നേ തുറക്കാവൂ. അതെ, ബർത്ത്ഡേ. അതുകൊണ്ട് അവൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. എന്താണ്? വാവ്, സൂപ്പർ ടീ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. പാർട്ടിക്കൊക്കെ ഇടാം. സൂപ്പർ സാധനം. വാവ്, നല്ല സിമ്പിൾ ആൻഡ് നല്ല പ്രിട്ടി സാധനം. തോട്ട്ഫുൾ ആയിട്ട് തരാ. നല്ല തോട്ട്ഫുൾ ഗിഫ്റ്റ്. സോ നൈസ്, ക്യൂട്ട്. അങ്ങനെ നമ്മൾ 3 പേരുടെയും ഒത്തൊരുമ കൊണ്ട് 100 ബലൂൺസ് വീർപ്പിച്ചിരിക്കുന്നു. യെസ്, ബട്ട് സ്റ്റിൽ ഞങ്ങളെല്ലാവരും ഹാർഡ് വർക്കാണ് ഇത്രയും ബലൂൺസ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല അങ്ങനെ
അത് റിപ്പീറ്റ് ഇവളുടെ ബർത്ത്ഡേക്ക് മേടിച്ചത് ഇവളുടെ കുട്ടിക്ക് മേടിച്ചത് അപ്പളേ മേടിച്ചത്. അന്ന് വീണതായി. ഇത് മാത്രം ഓപ്പൺ ചെയ്താൽ മതിയാ? പിന്നെ നോക്കാം. അപ്പൊ ഞാൻ മാറട്ടെ? ഞാൻ വെറുതെ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്. ബട്ട് യു പെയർ ഓൺലി ഇഫ് യു വാണ്ട്. വേറെ എക്സസൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇട്ടാൽ ഞാൻ വെറുതെ ഒരു ഇത് മേടിച്ചത്. അതെല്ലാം ഇതിന്റെ സെറ്റ് ആയിട്ട് വേണമെങ്കിൽ മോതിരുണ്ട് റെഡ് കളറിൽ. അപ്പം നമ്മൾ ബർത്ത്ഡേക്ക് ഹേസലിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് ഫുൾ ഹോൾവേ പെറ്റൽസ് ആണ്. വെരി വാലന്റൈനി വേ അല്ല, വാലന്റൈനി വൈബ്സ്. ഇതാണ് നമ്മുടെ ഹോൾ ഡെക്കറേഷൻ. റെഡ് ബലൂൺസ്, ഗിഫ്റ്റ്സ്, കേക്ക് ആൻഡ് വൈൻ. ഓക്കെ, come on. Come on everybody, let's celebrate Hazel's birthday. എങ്ങനെയുണ്ട്? How is the decoration? You look pretty. Come on, എല്ലാരും പോ. Yes, Papa, come on. Hi. അമ്മ അവിടെ നിന്ന്. ജെനിറ്റ്സും ഉണ്ടായിരുന്നു. പക്ഷെ ടാൻജിറോയുടെ ക്യാരക്ടറാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. അതെ, ഇത് നിനക്ക് ബാഗുമേ തൂക്കിയിടാം ആസ് കീ ചെയിൻ ഫോർ ടുമോറോ. ഇതാണ്. നമുക്ക് ഗിഫ്റ്റ്സുകൾ തുറക്കാം. പപ്പേരെ വകം വേറൊരു ഗിഫ്റ്റ്. പപ്പയുടെ സൈഡിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. സൂപ്പർവൈസിങ് ചിരിക്കരുത്. ഇട്. ഇത് അമ്മേരെയും പപ്പേരെയും ഒക്കെ വേറൊരു ഗിഫ്റ്റ്. അതാ എല്ലാവർക്കും അമ്മ ഇപ്പൊ ഇതാ ഒരു ചേച്ചിയില്ലേ അത് താഴെ. എനിക്ക് അടിച്ചു തന്ന പേരിന്. ഓ, ഇറ്റ്സ് വെരി നൈസ്. നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഡാൻസ് ഉണ്ട്. ഈ സാധനം ഇതാണ് ഗെയിമിന്റെ കൺട്രോള്. ഇതില്ലേ, ഇതാണ് കൺട്രോൾസ്. ഇതിന് ചാടിയിട്ട് നമ്മൾ ഈ മോഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിലാണ് സാധനം ഓടും. അപ്പൊ എക്സസൈസും ആയി ഫണ്ണും ആയി. തോട്ട്ഫുൾ. അവളുടെ തോട്ട്ഫുൾ ഗിഫ്റ്റ് ആണത്.
ഈ 28ത്തെ ഒളിമ്പിക്സിന് ഹേസല് അടുത്ത ഒളിമ്പിക്സിൽ ഹേസൽ എന്തായിരിക്കുമോ? അപ്പൊ നമ്മൾ വാങ്ങി കുടിക്കാൻ പോവുകയാണ്. റേച്ചലിന് കൊടുത്താൽ മതി, പാവം കുട്ടി. Okay. Cheers. Happy 30th. Cheers silent. Cheers. Happy 30th days. Happy 30. കണ്ടാ തോന്നോ 30 ചർമ്മം കണ്ട ആരെങ്കിലും പറയോ? 30 going on 30. Aging like ഫൈൻ വൈൻ. അമ്മയുടെ ബിരിയാണി വെപ്പ് എത്രയായിരുന്നു നമുക്ക് നോക്കാം. ബിരിയാണി പ്രിപ്പറേഷനിലാണോ? ഇനി അരിയാണോ? എന്താ ഇവിടെ ചിക്കൻ തിളപ്പിക്കുന്നു. ഫാസ്റ്റാട്ടാ, ഗോ ഫാസ്റ്റർ. Fast, Hazel, come on. You can beat her. Hazel is on lead. ഇപ്പൊ ഹേസലിനെ കാണാത്ത അവസ്ഥയായി. റെവിനേച്ചിന്റെ സ്ക്രീനിൽ അടിപൊളി ഓട്ടം. അയ്യോ, റെവിനേച്ചി സ്റ്റക്ക്. ഹേസൽ സ്റ്റക്ക്. വൻഭൂരിപക്ഷത്തോടെ ഓട്ടം. Come on. വാശിയേറിയ മത്സരം. റെവിനേച്ചി ലീഡ്. റെവിനേച്ചി ജയിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഓട്ടം മത്സരം? ഇപ്പൊ കളി പഠിച്ചു തരുന്നേ ഉള്ളൂ അല്ലേ? എങ്ങനെയുണ്ട് ബർത്ത്ഡേ എക്സർസൈസ്? ഞാൻ ഇറങ്ങിയ ഓട്ട മത്സരത്തിൽ വളരെ മോശമാണ്. വീഡിയോ ഗെയിമിലെങ്കിലും എനിക്ക് ഫസ്റ്റ് ആവും. ബിരിയാണി ഇവിടെ ചിക്കൻ, വാവ്, പപ്പറ്റ്സ്, എഗ് ബോയിൽഡ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. ആസ് യൂഷ്വൽ ഞങ്ങളുടെ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബർത്ത്ഡേക്കും ബിരിയാണി, സാലഡ്, പപ്പടം, മുട്ട, പായസം അവരവർക്ക് ഇഷ്ടമുള്ളത്. പാലടയാണെങ്കിൽ പാലട, സേമിയ ആണെങ്കിൽ സേമിയ, അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സാധാരണ ഇങ്ങനെ എല്ലാ ദിവസവും ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റാറില്ല. പക്ഷെ ബർത്ത്ഡേ, ക്രിസ്മസ് അങ്ങനെയുള്ള സെലിബ്രേഷൻ്റെ സമയത്ത് നമ്മൾ ഒരു ഡിന്നറോ ലഞ്ചോ ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് കഴിക്കാൻ മാക്സിമം നോക്കാറുണ്ട്. അതൊരു ഹാപ്പിനെസ്സാണ്. അമ്മയുടെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? അമേസിംഗ് അല്ലേ? പായസം കഴിച്ചു നോക്കിയാ? എങ്ങനെയുണ്ടായിരുന്നു പായസം? എന്നിട്ട് ഞാൻ നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയാ പറയണേ. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഭയങ്കര ഇഷ്ടമായി. അമ്മയുടെ പായസത്തിനും ബിരിയാണിക്കും ഭയങ്കര അഭിപ്രായമാണ്. അമ്മേനെ കൊണ്ട് വയ്യ. ഹൗ വാസ് ദ ബിരിയാണി? പായസം നീ ഇന്നലെ ട്രൈ ചെയ്തില്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അല്ലേ? സൂപ്പർ ലെവലാ. ഫാൻസ്. അപ്പൊ ഞാൻ എന്റെ
നല്ല ബർത്ത്ഡേ ആയിരുന്നു. എല്ലാ കൊല്ലം പോലെ ബർത്ത്ഡേ വിത്ത് ഫാമിലി. പിന്നെ ഹാപ്പിയാണ്. ബർത്ത്ഡേസ് യൂഷ്വലി ഞാൻ നല്ല ഹാപ്പിയാണ്. അതുപോലെ ഇപ്പോഴും ഹാപ്പി. പിന്നെ വർക്കിംഗ് ഡേ അല്ല, സോ അതിന്റെ ഒരു സന്തോഷം. അതെ ഓക്കെ, ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഡാൻസിന് പോവാൻ നിൽക്കുകയാണ്. സോ കുറച്ച് നേരം ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്യട്ടെ അല്ലേ. ഓക്കെ, ഓ നൈസ്, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ഗൈസ്. താങ്ക് യു. ഹാപ്പി ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഹേസൽ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല, ഞാൻ കുറെ കേക്ക് തിന്നാ, നിങ്ങൾ ഇവിടെ കഴിക്കും. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അത്ര അഹങ്കാരമില്ല. ഇതെന്ത് കേക്കാ? മാസ്റ്ററിന് കൊടുക്കാന്ന് പറഞ്ഞതാണ്. ഫുള്ള് എടുക്കാം, ഫ്രണ്ടിന്ന് എടുക്ക്. അത് മറ്റേത് എടുക്കണ, ഇതെല്ലാം മെയിൻ സംഭവം. ഫ്രണ്ടിലേക്ക് നോക്ക്, മറ്റേ ഫ്രണ്ടിന് ബാക്കാ. ഒക്കെ രാവിലെ ഓടിപ്പടങ്ങി ചെയ്ത മോളെ. ഒന്നിലേക്ക് കവർ ഒട്ടിച്ച് വെക്കാം. ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാലേ അതിന്റെ കവർ ഒട്ടിച്ച് വെച്ചൊന്ന് ചേച്ചി പറഞ്ഞ. ഇവിടെ ഈ ചോക്ലേറ്റ് ഒട്ടിച്ചതിന്റെ അർത്ഥം മനസ്സിലായിണ്ടോ? ഹക്സൻ ഇപ്പൊ വെച്ചോളൂ. അടിയിൽ വേറെന്തോടെ എത്തിച്ചിട്ടുണ്ടല്ലോ, അങ്ങോട്ട് നോക്കിയോ. ക്ലോത്ത് ഡ്രൈ. ഭയങ്കര സംഭവം. ഞാൻ നോക്കുമ്പോഴേ കൊറേ നേരം ഇവിടെ നടക്കൂട്ടെ. സംഭവം കൊറേ നേരമായി ഞാൻ അങ്ങനെ പോലെ അഭിനയിക്കേണ്ടി വരുമെന്നുള്ള ഒരു എന്താ സംഭവം കൊറേ നേരം. പക്ഷെ ഇത് അറിഞ്ഞില്ല. പക്ഷേ അല്ലേ ഹെയർ കെയർ ടിപ്സ്, അങ്ങനെ സർപ്രൈസ്. ഹെയർ കെയർ ടിപ്സ്. അവിടെ ഞാൻ ഇത് ഇഷ്ടപ്പെട്ടു. ചെയ്തുള്ളൂ. മേക്കപ്പ്
വേണമെങ്കിൽ ഷവർ ഇതാ മതി. പിന്നെ അതിന്റെ വീഡിയോ എടുക്കണ്ടേ? അയ്യോ ഷവറും ചെയ്യാൻ പറ്റില്ല. അതൊന്നും കുഴപ്പമില്ല. അതാ മാഷിക്ക് വന്നത്. എന്താ ചെയ്യണ്ടേ? നോക്കിയാ മതി വെറുതെ. ഈശ്വര എന്താ സാധനം? ബോഡി സ്പ്രേ. വാഷിംഗ് മെഷീനാ. ഈശ്വര വൈറ്റ് നല്ല ടോപ്പല്ലേ? മൈ സെലക്ഷൻ KM മൈ സെലക്ഷൻ ഇഷ്ടായ KM. അതാണ് ബ്ലാക്ക് ടോപ്പ് നീ എടുത്തപ്പോ ഓ ഐ ലവ് പാരിസ് തന്നെയായിരുന്നു അല്ലേ എന്ന് ഞാൻ പറഞ്ഞത്. അവിടെ ഹാപ്പി ബർത്ത്ഡേ പാട്ടുണ്ട്. അയ്യോ അല്ലല്ല അവള് ഇപ്പൊ നീ പോണടത്തേക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പൊ നീലേ പോണടത്തേക്ക് ഉള്ള സാധനം അവള് വെച്ചപ്പോഴാണ് നീ എണീറ്റ് നോക്കിയ. ആകെ പണി പാളിന്ന് വിചാരിച്ച. പിന്നെ ഞാന് അവിടെ നിന്നടി അല്ലല്ല നിനക്ക് ഇവിടെയോ അങ്ങനത്തെ സാധനമൊക്കെ വേണമെന്ന് പറഞ്ഞില്ലേ? ചാൾസ് സ്പ്രേ ഇല്ലേ അതന്നെ സെയിം സ്മെല്ല. എന്ത് റൂം? മാസ്റ്റർ റൂം. ഈ ബാക്കിൽ എന്തോ ക്ലൂ ഉണ്ടല്ലോ, ടേൺ മീന്ന് എന്തോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇല്ലേ? ക്ലൂ എന്തോ എഴുതിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അത് ടേൺ പറഞ്ഞ ചെയ്തിട്ടാണ് മതി. അത് ഊരിയെടുക്ക്. PC എനിക്കെന്നെ മനസ്സിലായി. ആയിക്കോട്ടെ നല്ല വൃത്തിയിലൊക്കെ നടക്ക്. അപ്പ് സാനിറ്റൈസർ കൈമ വെറുതെ വെച്ചാൽ മതി. കോളേജ് പിള്ളേരൊക്കെ കൊണ്ടു നടക്കുന്ന സാധനങ്ങളാ ഇതൊക്കെ ആവശ്യമുള്ള സംഭവങ്ങളാ. വേറെ റെഡി ഉണ്ടല്ലേ? Cute, no? Any door it can be. ഒരു ക്ലൂ കൂടി തരാം. പെട്ടെന്ന് കാണും, ഭയങ്കര ഒബ്വിയസ്. അവിടെ അത് മാത്രം കാണുന്നു. എല്ലാ ഡോറും ചെക്ക് ചെയ്തോട്ടെ. മനസ്സിലായില്ലേ കണ്ടിട്ട്? ടൈപ്പ് റേറ്റ് എല്ലാ അളവില് അതിന്റെ ഇടയിൽ ഞാൻ ഗിറ്റാർ ക്ലാസ്സിൽ കൊണ്ടുപോയതെന്തിനാ? യു ലൈക്ക് ഇറ്റ്? ഈ കൊറേ നാളായിട്ട് ഈ ചെറുതാർ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തു. ചുരിദാർ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു. 2 ആഴ്ച. ബാക്കിൽ ഇത് നോക്ക്, മാച്ചബിൾസ്. അതിന്റെ ബാക്കിൽ നോക്കണേ. അല്ല അതിന്റെ
ഓടും കുതിര ചാടുകില്ല വെള്ളം കണ്ടാൽ അതിൻ്റെ ഒരു അനുസരിച്ച് ചെരുപ്പ് ശരി, കറക്റ്റ് മാച്ച് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. കറക്റ്റ് മാച്ച് അല്ല, എന്നാലും കുഴപ്പമില്ല എന്ന് മാത്രം. അതിൻ്റെ ഒപ്പം ഇടാവുന്നു. അയ്യോ, ബി കെയർഫുൾ. സ്പീഡിലേക്ക് ചെക്ക് യുവർ വലിപ്പ്. അതിന്റെ അകത്തുള്ള സാധനം കൂടെ എടുത്തു വെച്ചോ. ഇഷ്ടായ അത് ഇതന്നെയാ, അത് കണ്ടുപിടിച്ചു. കഴിഞ്ഞിട്ടില്ലേ? ചെക്ക് യുവർ വലിപ്പ്. എനിക്ക് നിനക്ക് ഇഷ്ടമുള്ള സാധനം എന്താന്ന് എനിക്ക് അത്ര ആലോചിച്ച് കിട്ടുന്നില്ല. പറയണ്ട, അപ്പൊ പിന്നെ വൈറ്റ് തന്നെ ഉറപ്പിച്ചു. എനിക്ക് എല്ലാ കളറും ഞാൻ അവിടെ നേരത്തെ വന്നില്ലേ, വലിപ്പിലെന്തോ ചെയ്യണ്ടായിരുന്നില്ലേ ഫ്രണ്ടില്. അതെന്റെ വലിപ്പല്ലേ? അതേതായാലും കുഴപ്പമൊന്നുമില്ല. ചേച്ചി ഇവിടെ നിൽക്കണ്ടേന്ന് അതെടുക്കങ്ങട്. നടുവല്ലത്തെ വരല്ലോ എത്താ മതി, അവിടെ പിന്നെ പാകമുള്ളൂ. എനിക്ക് കയ്യില പാകായ. വിചാരിച്ച വൈനായിനുള്ള പൈസ ബഡ്ജറ്റില്ലായിരുന്നു. പൈസ ഇല്ലാണ്ടായി വന്നോക്കെ ഒന്നില്ലെങ്കിൽ ഇത്. ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞില്ല.